അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം എതിർത്ത് പോലീസും കേസിലെ പ്രതിയായ പി ദിവ്യയും രംഗത്ത്. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. പോലീസ് നൽകിയ അവസാന റിപ്പോർട്ടിൽ പല രേഖകളും സാക്ഷിമൊഴികളും തെളിവുകളും മറച്ചുവെന്നും പ്രതിയായ ദിവ്യയെ സഹായിക്കുന്ന വിധത്തിലാണ് പലതും രേഖപ്പെടുത്തിയതെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഹർജി നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കില്ലെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ തുടരന്വേഷണ ഹർജിയെ പ്രതിയായ പി ദിവ്യയും എതിർത്തു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി 23ലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതിന് വിരുദ്ധമായ വിവരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും ശ്രദ്ധേയമാണ്. നവീൻ ബാബു തന്റെ ചേംബറിൽ വന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ കാര്യം അന്നു തന്നെ മന്ത്രിയെ അറിയിച്ചെന്ന് കളക്ടർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി റവന്യൂ മന്ത്രി കെ രാജൻ നിഷേധിക്കുകയാണ് ചെയ്തത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഭാര്യ കെ മഞ്ജുഷ രംഗത്തെത്തി. ഭർത്താവിന്റെ മരണത്തിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ഭീഷണിയുമാണെന്ന് അവർ ആരോപിച്ചു.